ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നു. വിവാഹം, സ്വത്തവകാശം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ സാമുദായിക പരിഗണനകൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിയമമാണ് നടപ്പിലാക്കുക. അതേസമയം ലിവിംഗ് ടുഗദറിന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, അനന്തരാവകാശം, ദത്തെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരാഖണ്ഡിലെ എല്ലാ പൗരന്മാർക്കും ഇന്നു മുതൽ ഏകീകൃത നിയമമാണ് ബാധകം. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്നവരും നിയമത്തിന്റെ പരിധിയിൽ വരും. സാമുദായിക വ്യത്യാസമില്ലാതെ ആണിനും പെണ്ണിനും തുല്യ സ്വത്തവകാശം നിയമം ഉറപ്പു നൽകുന്നു. സന്താനങ്ങളെ നിയമപരമായതും അല്ലാത്തതുമെന്ന വ്യത്യാസമില്ലാതെ സ്വത്തിന് അവകാശികളാക്കുന്നു ഈ നിയമം. ദത്തെടുക്കപ്പെട്ടതോ മറ്റ് സന്താനോൽപാദന മാർഗങ്ങളിലൂടെ ജനിച്ചതോ ആയ കുട്ടികൾക്കും സാധാരണ നിലയിൽ ജനിച്ച മക്കളും തുല്യ നിലയിലായിരിക്കും പരിഗണിക്കപ്പെടുക. മരണാനന്തര സ്വത്തവകാശങ്ങളിൽ മക്കൾക്കും ഭാര്യയ്ക്കുമെന്ന പോലെ മാതാപിതാക്കൾക്കും തുല്യ അവകാശം നൽകും. മതാചാരപ്രകാരം വിവാഹം ചെയ്താലും രജിസ്ട്രേഷൻ നിർബന്ധമായിരിക്കും. 60 ദിവസത്തിനകം UCC പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും നിയമവിരുദ്ധമാക്കും. മുത്തലാഖ്, ഇദ്ദ ഉൾപ്പെടെയുള്ള മതാചാരങ്ങൾക്ക് പൂർണ്ണ നിരോധനം. ഇവയാണ് ഏകീകൃത നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ പട്ടികവർഗക്കാരെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ നിയമപ്രകാരം ലിവിൻ ബന്ധങ്ങൾക്ക് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമാണ്. മാത്രമല്ല, ലിവിൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർ സർക്കാർ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകുകയോ അപേക്ഷ തള്ളിപ്പോവുകയോ ചെയ്താൽ 3 മാസം തടവോ 25,000 രൂപ പിഴയോ കൊടുക്കണം. ചിലപ്പോൾ പിഴയും തടവും ഒന്നിച്ച് ലഭിച്ചേക്കാം. രജിസ്റ്റർ ചെയ്യുന്നതിൽ 1 മാസത്തെ കാലതാമസം ഉണ്ടായാൽ പോലും 3 മാസം വരെ തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. 2022 ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നത് BJPയുടെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച രാജ്യവ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കി. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം ഉൾപ്പെടെയുള്ള പഴയ വ്യക്തി നിയമങ്ങൾ മാറ്റിസ്ഥാപിക്കുന്ന ബില്ല് നിയമസഭയുടെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിനിടെയാണ് ഉത്തരാഖണ്ഡ് നിയമസഭ ബില്ല് പാസാക്കിയത്. നിയമം വിവേചനമില്ലാതാക്കി തുല്യത കൊണ്ടുവരുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. 2024 മാർച്ചിൽ ഉത്തരാഖണ്ഡിന്റെ UCC ബില്ലിന് പ്രസിഡന്റ് ദ്രൗപദി മുർമു അനുമതി നൽകിയതോടെയാണ് ബില്ല് നിയമമായത്. സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഗോവയിൽ 1867 പോർച്ചുഗീസ് പൗരത്വ നിയമം അനുസരിച്ച് ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു വകഭേദമാണ് നിലവിലുള്ളത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന BJP പ്രഖ്യാപനത്തോടുള്ള വിമർശനത്തെ ഗോവയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നേരിടുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.